പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ നാട്ടിലെ ഹോട്ടലുകളിലെ അടുക്കളയിലേക്കും യുദ്ധം ഭീഷണിയായി. LPG ക്ഷാമം അതിരൂക്ഷമായതോടെ കണ്ണൂരിലെ 40ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. കണ്ണൂർ നഗരത്തിലെ ഗസൽ ഹോട്ടൽ ഇതിനകം അടച്ചു. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ കഫേ ഗസലിലെ റെസ്റ്റോറൻറ്റ് മാനേജറാണ്. നമ്മൾ 3 ദിവസമായിട്ട് ഗ്യാസിന്റെ പ്രശ്നം കാരണം റെസ്റ്റോറൻറ്റ് ക്ലോസ്ഡ് ആണ്. നാളത്തേക്കുള്ള കാര്യങ്ങൾ നമ്മുടെ അടുത്ത് ഗ്യാസ് ഷോർട്ടേജ് ആണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നമുക്ക് 45ഓളം സ്റ്റാഫ് ഉണ്ട്. എല്ലാവരും ഇപ്പോൾ റൂമിലുണ്ട്. എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത്, ഫുഡിൻ്റെ കാര്യം എങ്ങനെയാണ്, ഞങ്ങൾ വീട്ടിൽ പോട്ടെ. പക്ഷെ നമുക്ക് ഈ സമയത്ത് സ്റ്റാഫ് പോയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഫിനെ കിട്ടൽ വളരെ ബുദ്ധിമുട്ടാണ്. ഓണേഴ്സ് ആണെങ്കിലും എല്ലാവരും ടെൻഷനിലാണ്. കാരണം EMI കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണ്. നമുക്ക് ഈ റമദാൻ പ്രമാണിച്ച് ബിസിനസ് കുറച്ച് കുറവായിരുന്നു. അതൊന്ന് പിക്കപ്പായി വന്നപ്പോഴത്തേക്ക് ഈ പ്രശ്നം കൂടെ വന്നു. നമ്മളിപ്പോൾ കറൻ്റ്ലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മളെ ആ കസ്റ്റമേഴ്സിനോടൊക്കെ എല്ലാവരോടും നമ്മളെ ഈ ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗസൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹോട്ടലുകൾക്കുള്ള ഗ്യാസ് സിലിണ്ടർ വിതരണം പൂർണ്ണമായും നിലച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാക്കാനും ഹോട്ടലുകൾ അടച്ചുപൂട്ടാനും തുടങ്ങിയത്. LPG വില കൂടിയതിനു പിന്നാലെയാണ് ക്ഷാമവും പിടിമുറുക്കിയത്. വിഷയം വലിയ സാമ്പത്തിക പ്രതിസന്ധിയും നാട്ടിൽ സൃഷ്ടിച്ചേക്കും. ഹോട്ടലുകൾ അടച്ചുപൂട്ടിയാൽ ജില്ലയിൽ 20,000-ഓളം പേരുടെ തൊഴിലാകും ഇല്ലാതാവുക. ഇതോടെ നിരവധി കുടുംബങ്ങളുടെ ജീവിതം ദുരിതത്തിലാകുകയും ചെയ്യും. हेलो सर, मैं कैफे रेस्टोरेंट में गजल में काम करता हूँ और यहाँ पर 3 दिन हो गया रेस्टोरेंट बंद है। हमें भी प्रॉब्लम के बारे में कुछ पता नहीं था। हेलो सर, मैं कैफे गजल में काम कर रही हूँ। 3 दिन हो गया इधर मतलब गैस का प्रॉब्लम चल रहा है, तो 3 दिन हो गया होटल भी बंद है, काम भी चालू नहीं हो रहा है और खाना पीने के लिए भी थोड़ा प्रॉब्लम हो रहा है। तो मतलब इतना दूर आए हैं काम करने के लिए, इधर ऐसे ही बैठे रहेंगे तो हमको भी मतलब प्रॉब्लम होगा। इसीलिए जितना मतलब आपका हेल्प रहेगा तो हमारे लिए अच्छा रहेगा। പ്രതിദിനം 2 മുതൽ 6 വരെ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ഹോട്ടലുകളാണ് കണ്ണൂർ ജില്ലയിലുള്ളത്. എന്റെ പേര് ആര്യ. ഞങ്ങൾ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഗ്യാസിന്റെ പ്രതിസന്ധി മൂലം ഇവിടെ എവിടെയും ഫുഡ് കിട്ടാനില്ല. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇപ്പൊ കുറച്ച് സമയമായി, നേരത്തെ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.